പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി യുഎന്നിലെ പ്രസംഗത്തിൽ പറഞ്ഞത്. US ഇടപെടലിനെ തുടർന്ന് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായി എന്നാണ് പാക് പ്രധാനമന്ത്രി യുഎന്നിൽ പറഞ്ഞത്. ഇതിന് മുൻകൈയെടുത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇതിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ വിവിധ ഭീകര സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. പാക് അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യ ഇങ്ങനെയാണ് മറുപടി നൽകിയത്. യുഎന്നിലെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറി പേറ്റൽ ഗെലോട്ടാണ് ഇന്ത്യക്കായി സംസാരിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയാണ്. മൂന്നാമതൊരു കക്ഷി ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടിട്ടില്ല. പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നു. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പാക് ഭീകരർക്ക് പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ ആദരാഞ്ജലി അർപ്പിച്ചു. തകർക്കപ്പെട്ട റൺവേകളും കത്തിനശിച്ച ഹാങ്ങറുകളും വിജയമായി തോന്നുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് ആസ്വദിക്കാം. പാകിസ്ഥാൻ്റെ വിദേശ നയത്തിൻ്റെ കാതലായ ഭാഗമാണ് ഭീകരപ്രവർത്തനമെന്നും ഇന്ത്യ തുറന്നടിച്ചു. ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ബഹാവൽപൂർ, മുരീദ് കെ തുടങ്ങിയ ഭീകരതാവളങ്ങളിൽ ഇന്ത്യൻ സൈന്യം വധിച്ച നിരവധി തീവ്രവാദികളുടെ ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു. മുതിർന്ന പാക് സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ കുപ്രസിദ്ധരായ അത്തരം ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്തു. ആ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ തകർന്ന റൺവേകളും കത്തിനശിച്ച ഹാങ്ങറുകളും വിജയമായി തോന്നുമെങ്കിൽ പാകിസ്ഥാൻ അത് ആസ്വദിക്കാമെന്നും ഇന്ത്യ പറഞ്ഞു. Can there be any doubt about the proclivities of this regime? The Prime Minister of Pakistan also advanced a bizarre account of the recent conflict with India. The record on this matter is clear. Till 9th May, Pakistan was threatening more attacks on India. But on 10th May, its military pleaded with us directly for a cessation to the fighting. The intervening event was the destruction caused to multiple Pakistani air bases by Indian forces. The pictures of that damage are, of course, publicly accessible. If destroyed runways and burnt out hangars look like victory, as the Prime Minister claimed, Pakistan is welcome to enjoy it. The truth is that, as in the past, Pakistan is responsible for a terrorist attack on innocent civilians in India. We have exercised the right to defend our people against such actions and have brought the organizers and perpetrators to justice. The Pakistani Prime Minister has spoken about Can there be any doubt about the proclivities of this regime? The Prime Minister of Pakistan also advanced a bizarre account of the recent conflict with India. The record on this matter is clear. Till 9th May, Pakistan was threatening more attacks on India. But on 10th May, its military